ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ CSKയോട് കണക്ക് വീട്ടിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. സീസണിലെ ആദ്യ നേർക്കുനേർ പോരാട്ടത്തിൽ മുംബൈയെ CSK തോൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ പലിശയടക്കം വീട്ടുന്ന ജയമാണ് ഇപ്പോൾ മുംബൈ നേടിയെടുത്തിരിക്കുന്നത്. 26 പന്ത് ബാക്കിയാക്കി 9 വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് മുംബൈ നേടിയെടുത്തിരിക്കുന്നത്. രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും തകർപ്പൻ പ്രകടനങ്ങളാണ് മുംബൈക്ക് ജയം ഒരുക്കിയത്. രോഹിത് 45 പന്തിൽ നേരിട്ട് 6 4ഉം 1 6ഉം ഉൾപ്പെടെ 76 റൺസുമായി ക്രീസിൽ തുടർന്നപ്പോൾ സൂര്യകുമാർ യാദവ് 30 പന്തിൽ 6 4ഉം 5 6ഉം ഉൾപ്പെടെ 68 റൺസോടെ ക്രീസിൽ തുടർന്നു. മോശം ഫോമിലായിരുന്ന സൂര്യയും രോഹിത്തും ഫോമിലേക്ക് എത്തിയത് മുംബൈക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ്. 3ാം നമ്പറിലേക്ക് തിരിച്ചെത്തിയ സൂര്യകുമാർ CSK സ്പിന്നർമാർക്കെതിരെ കടന്നാക്രമിക്കുന്ന ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കുകയായിരുന്നു. ഇപ്പോഴത്തെ CSKക്കെതിരെ ഫോമിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സൂര്യകുമാർ യാദവ്. രോഹിത് ശർമ്മയുടെ ഉപദേശമാണ് ഫോമിലേക്ക് എത്തിച്ചതെന്നാണ് സൂര്യകുമാർ മത്സരത്തിന് ശേഷം പറഞ്ഞത്. രോഹിത് ശർമ്മ തുടക്കം മുതൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഭേദപ്പെട്ട് തുടങ്ങാൻ രോഹിത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ വലിയ സ്കോറിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. എന്നാൽ CSKക്കെതിരെ അതിന് സാധിച്ചു. സൂര്യകുമാർ ക്രീസിലെത്തുമ്പോൾ മുംബൈക്ക് മികച്ച അടിത്തറ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യക്ക് മാനസികമായ മുൻതൂക്കം ലഭിച്ചിരുന്നു. ആക്രമിച്ച് കളിക്കാൻ തയ്യാറായ സൂര്യ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഞാൻ മത്സരത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, വീട്ടിൽ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. രോഹിത് ശർമ്മ ഇതിഹാസമാണ്. മത്സരത്തെക്കുറിച്ച് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. ഞാൻ ക്രീസിലെത്തിയപ്പോൾ നിന്റെ ഷോട്ടുകളോടെ കളിക്കാനാണ് രോഹിത് പറഞ്ഞത്. ഞാൻ മുംബൈയുടെ ഗ്രൗണ്ടുകളിൽ കളിച്ചു വളർന്നവനാണ്. ചുവന്ന മണ്ണിൽ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. പരിശീലകൻ നീ 3ാം നമ്പറിൽ ബാറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ജഡേജയ്ക്ക് ആധിപത്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ജഡേജ അനുഭവസമ്പന്നനായ താരമാണ്. എന്നാൽ ഞാൻ കഠിനമായ പരിശീലനം നടത്തിയിരുന്നു. CSK നിരയിൽ മികച്ച സ്പിന്നർമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രകടനം പുറത്തെടുക്കേണ്ടതായിരുന്നു. ഫ്ലോപ്പായാലും കുഴപ്പമില്ലെന്ന ആത്മവിശ്വാസം അവർ നൽകിയിരുന്നു. ഇതോടെ ധൈര്യത്തോടെ എൻ്റെ ഷോട്ടുകൾ കളിച്ചു. എന്താണ് ടീമിന് ആവശ്യമെന്നും ടീമിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി കളിക്കുകയാണ് ചെയ്തത് എന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞു.